കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് അക്ഷരസ് പ്രൂഫിങ് പാസ്സായെന്നുള്ളതാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലെറ്റ്സ് ജംപ് ഇൻടു ദി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ഇവിടുത്തെ 3 ഇയർ ഒരു കോഴ്സാണ്. ഇവിടെ നമ്മൾ ഈ 3 ഇയറിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രി, അതേപോലെ ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം, സൈക്കാട്രി എല്ലാ ഇതിലും നമ്മൾ വർക്ക് ചെയ്യണം. നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. അതാണ് ഇവിടുത്തെ ജനറാലിസ്റ്റിഷ് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്. അപ്പോൾ ഈ ലാസ്റ്റ് എക്സാമിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 വർഷം പഠിച്ച എല്ലാ ടോപ്പിക്സും അതിന് ഏത് വേണമെങ്കിലും ഈ 3rd ഇയർ എക്സാമിൽ ഫൈനൽ എക്സാമിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനിടയിൽ നമ്മളുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, 3rd ഇയറിലൊക്കെ ചെറിയ ചെറിയ ക്ലാസുകൾ, ക്ലാസ് ടെസ്റ്റ് പോലെ ഓരോ തിയറി ബ്ലോക്ക് കഴിയുമ്പോൾ നമുക്ക് ക്ലാസുകൾ എന്നാണ് ഇവിടെ പറയുന്നത്. അത് ക്ലാസ് ടെസ്റ്റ് അതുണ്ടാവും. അപ്പോൾ ഈ ലാസ്റ്റ് എക്സാമിന് എന്താ പറഞ്ഞതെന്ന് മിക്കവർക്കും തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ ലാസ്റ്റ് എക്സാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സ്റ്റേറ്റിൽ ഓരോ ഷൂളിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എക്സാം നടത്തുന്നുണ്ടാവുക. മെയിനായിട്ട് ഒരു പാറ്റേൺ ഉണ്ട് ഇവർക്ക്. റിട്ടേൺ എക്സാം അതിനിവിടെ പറയുന്നത് ഷ്രിഫ്ലിഷ് എക്സാം എന്നാട്ടോ. അത് എൻ്റെ ഷൂളിൽ 3 ദിവസമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇവിടെ ജർമ്മനിൽ പറയുകയാണെങ്കിൽ ടൈൽ 1, ടൈൽ 2, ടൈൽ 3 എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം അതും 2 ദിവസം. പിന്നെ വൈവ, മ്യൂളിഷ് എക്സാം എന്നാണ് വൈവേനെ പറയുന്നത്. അത് 1 ദിവസം. അങ്ങനെയായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. എല്ലാം ഒരേ മന്ത് അല്ലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിൽ എനിക്ക് റിട്ടേൺ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ റിട്ടേൺ എക്സാം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത് അക്യൂട്ടേ ഒരു ഫാൾ ബൈഷ്പിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായമായവരുടെ ഒരു ഹോസ്പിറ്റൽ കേസായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരും, ഒരു കഥ പോലെ തരും. ആ കഥേനെ ബേസ്ഡ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കൂടുതൽ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതൊരു 15-16 ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് പല മാർക്കിൻ്റെ ഉണ്ട്, ചിലത് 20 മാർക്കിൻ്റെ ഉണ്ട്, ചിലത് 2 മാർക്കിൻ്റെ ഉണ്ട്, പല മിക്സ്ഡ് ആയിട്ടായിരുന്നു. അതെനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. ഞാൻ കൂടുതൽ ഓൾഡ് ഏജ് ഹോമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പ്രായമായവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യുന്ന കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ അത് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഫസ്റ്റ് ഡേ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ വന്നിട്ട് എനിക്കുണ്ടായിരുന്നത് പീഡിയാട്രിയാണ്. പീഡിയാട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എക്സ്പീരിയൻസ് വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രി, സൈക്കാട്രി അങ്ങനത്തെ. അപ്പോൾ പീഡിയാട്രി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കിൻഡർ ഗാർട്ടനിലാണ്. അപ്പോൾ എനിക്ക് കുട്ടികളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നല്ലാണ്ട് വേറൊരു കാര്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ പീഡിയാട്രീനെ പറ്റി പഠിപ്പിച്ചതും കുറവായിരുന്നു. കാരണം ടീച്ചേഴ്സ് എപ്പോഴും ക്രാങ്ക് ആയിരുന്നു. അങ്ങനത്തെ കുറേ റീസൺ കൊണ്ട് പീഡിയാട്രി ടോപ്പിക്ക് എനിക്ക് കുറവായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വന്നത് ഒരു മ്യൂക്കോവിസിഡോസി എന്ന് പറഞ്ഞ ഒരു അസുഖത്തിനെ പറ്റിയാണ്. പിള്ളേർക്ക് കൂടുതൽ വരുന്നത് ലങ്സ് ബേസ്ഡ് ചെയ്തിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ആ അസുഖം എന്താണെന്നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചോദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങളായിരുന്നു സെക്കൻഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ജർമ്മൻ സംസാരിക്കാൻ തീരെ അറിയില്ല. അപ്പോൾ ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ എങ്ങനെ ഇവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തും അങ്ങനെയായിരുന്നു. കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, കാരണം ഫെബ്രുവരി കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെ രീതിയിൽ എന്താ പറയുക അഡ്വൈസസ് കൊടുക്കാം, കുട്ടീനെ ഇങ്ങനെ വീണ്ടും നല്ലൊരു ലൈഫിലോട്ട് കൊണ്ടുവരാം, അങ്ങനത്തെ സൊല്യൂഷൻസ് നമ്മൾ നേഴ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കണം എങ്ങനെയാണെന്നുള്ള രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒത്തിരി അങ്ങനെ ഗ്യാസ് അടിച്ച് എക്സാം അങ്ങനെ എഴുതിയിട്ടുണ്ടായില്ല. ബട്ട് ഈ എക്സാമിൽ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ മലയാളം എക്സാമിന് നമ്മൾ കുറേ എഴുതില്ലേ, ആ ഒരു എക്സ്പീരിയൻസാണ് എനിക്കിവിടെ ഉണ്ടായിരുന്നത്. കുറേ എഴുതാനുണ്ടായിരുന്നു. എന്തൊക്കെയോ നല്ല ലോജിക്കലായിട്ട് ചിന്തിച്ച് കുറേ ഉത്തരങ്ങൾ എഴുതാനായിരുന്നു സെക്കൻഡ് ഡേ ഉണ്ടായിരുന്നത്. അതിൽ 10 താഴെ എന്തോ ഔസ്കാമിന് ഉണ്ടായിരുന്നുള്ളൂ, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറേയും ഇങ്ങനെ എഴുതാനുണ്ടായിരുന്നു. എങ്ങനെ സൊല്യൂഷൻ, നമ്മളൊരു നേഴ്സ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതെങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും, ഏതൊക്കെ ആൾക്കാരായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കും, അങ്ങനത്തെ ലോജിക്കൽ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു സെക്കൻഡ് ഡേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുറേ ആലോചിച്ച് എഴുതേണ്ടി വന്നു. 3rd ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായത് സൈക്കാട്രി. അതും അത്യാവശ്യം നല്ല പാടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കാട്രി പേഷ്യൻ്റ്, 2 സൈക്കാട്രി പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻസ് ആയിരുന്നു. അവരെയും കൊണ്ട് ഉണ്ടാവുന്ന സ്റ്റാഫിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അതേപോലെ അവരുടെ ഹെൽത്ത്, അവരുടെ മെൻ്റൽ ഹെൽത്ത്, അതിന് ആരുടെയൊക്കെ അഡ്വൈസസ് എടുക്കണം, അവരെ കെട്ടിയിടാമോ എന്ന് പറഞ്ഞാൽ അവർ വയലൻ്റായി കെട്ടിയിടാമോ, അതിൻ്റെ കുറേ റൂൾസ്, ഇവിടെ കുറേ റൂൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് തോന്നിയ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ചിലപ്പോൾ ഒരു റിഷ്ടറിനെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് വേണം ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഫിക്സ് ഹിയറിംഗ് ഒക്കെ ചെയ്യാനായിട്ട്.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിന് ഉത്തരം ചെയ്യാനായിട്ട്. അപ്പോൾ അതും കുറച്ച് ആലോചിച്ച് എഴുതേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. മെയിനായിട്ട് എനിക്കിനിയും എക്സാം എഴുതാനുള്ളവരോട് പറയാനുള്ളത്, മെയിനായിട്ട് ഈ 3 ഡേയ്സിലും മെയിനായിട്ടുണ്ടായിരുന്നു എത്തിക് എന്ന് പറഞ്ഞാൽ, ഇത് എൻ്റെ ഷൂളേൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. എത്തിക് എന്ന് പറഞ്ഞാൽ എത്തിക്സ്, നഴ്സിങ്ങിലെ അല്ലെങ്കിൽ പ്രൊഫഷനിലെ എത്തിക്സ്. അപ്പോൾ മെയിനായിട്ട് എത്തിക്സും റെറ്റ്സും എന്താണ് ഇവിടുത്തെ മെയിൻ ഈ നഴ്സിംഗ് പ്രൊഫഷനിലെ എത്തിക്ക് അതേപോലെ റെറ്റ്സ് എന്താണെന്നാണ് മെയിനായിട്ട് ഈ അബ്സല്യൂട്ട് പ്രൂഫിങ്ങിന് പഠിക്കേണ്ട കാര്യം എൻ്റെ ഒരു സജഷനിൽ. കാരണം ഈ 3 ദിവസങ്ങളിലും ഫസ്റ്റ് ഡേയിൽ കുറച്ചുണ്ടായിരുന്നു, സെക്കൻഡ് ഡേ അത്യാവശ്യം ഉണ്ടായിരുന്നു, തേർഡ് ഡേയിലും അത്യാവശ്യം ഇതിനെപ്പറ്റി എഴുതാനായിട്ടുണ്ടായിരുന്നു. അതേപോലെ മ്യൂളിഷി പ്രൂഫിങ്ങിലും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. കാരണം ഇതും നമ്മൾ മ്യൂളിഷി പ്രൂഫിങ്ങിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇവിടെ എൻ്റെ ഒരു തിയറി ബ്ലോക്കിലൊക്കെ കൂടുതൽ ഈ എന്താ പറയുക അനാറ്റമി, ഹാർട്ട്, ലിവർ അല്ലെങ്കിൽ എന്താവട്ടെ അതിൻ്റെയൊക്കെ അനാറ്റമി പഠിപ്പിക്കണേക്കാൾ കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കൂടുതൽ പഠിപ്പിച്ചേക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ കുറേ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഉണ്ട് ഇവർക്ക്, അതെന്താണെന്നൊക്കെ പഠിക്കണം. മിനിമം ഒരു 2 ആണെന്നെങ്കിലും പേരും അതിൻ്റെ കറക്റ്റ് തിയറിയും ആരുടെയാണ് അതൊക്കെ കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതേപോലെ ഒരു സംഭവമാണ് ഫ്ലീഗ് പ്രോസസ്സ്, അതെന്തായാലും വരും എഴുതാനായിട്ട്. കെയർ പ്ലാൻ, നമ്മുടെ നാട്ടിലെ കെയർ പ്ലാൻ എഴുതില്ല, ഒരു പേഷ്യൻറ്റിൻ്റെ ആദ്യം ബയോഗ്രഫി, അതേപോലെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, എന്തൊക്കെ റിസോഴ്സിനുണ്ട്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അതിൻ്റെ സീൽ എന്താണ്, അതിൻ്റെ നമ്മളെങ്ങനെ അത് ചെയ്യും, മാസ്നാമൻ പ്ലാൻ, അതുപോലെ ലാസ്റ്റ് ഇവാലുവേഷൻ. ഒരു 6 സ്റ്റെപ്സ് ഉണ്ട്, അത് മസ്റ്റായിട്ട് പഠിക്കണം. അതിന് അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അപ്പോൾ പിന്നെ ഷ്രിഫ്ലിഷി പ്രൂഫിങ്ങിന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാറ്റമി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഫസ്റ്റ് ഡേയിൽ അനാറ്റമി ബേസ്ഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഷ്ലാഗൻഫാൾ അങ്ങനത്തെ ഒരു കേസായിരുന്നു. അതേപോലെ കുറേ ആബേസയുടെ ക്ഷേമകളുണ്ട് ഇവിടെ, ക്ഷേമ ബേഫാസ്റ്റ് ക്ഷേമ, അതേപോലെ കുറേ ക്ഷേമകൾ നമ്മൾക്ക് ഷൂളിൽ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ അബ്സല്യൂട്ട് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് സെക്കൻഡായിട്ട് ഉണ്ടായിരുന്നത് പ്രാക്ടിക്കൽ എക്സാം ആട്ടോ. അപ്പോൾ എൻ്റെ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ എംപ്ലോയറിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അത് 2 ദിവസമായിട്ടാണ്, അതും ടൈ ലൈൻസ് ടൈൽസ് വൈ അങ്ങനെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ടൈ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിഗ് പ്ലാനിങ്, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എംപ്ലോയറിൻ്റെ അടുത്ത് ഡ്യൂട്ടി ഒരു കഴിഞ്ഞ ഡിസംബർ തൊട്ട് കുറച്ച് സെക്ഷൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഷൂള് വരും, അപ്പോൾ അങ്ങനെ മാറി. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പ്രാക്സ് അലൈറ്റർ അല്ലെങ്കിൽ പ്രാക്സ് അലൈറ്റർ ഉണ്ടാവും. ഒരു നേഴ്സായിരിക്കും അത് നമ്മളുടെ ഈ പഠിക്കുന്ന ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവരുടെ ഹെൽപ്പോട് കൂടി നമ്മൾ മിനിമം ഒരു 5 ബെവോനേഴ്സിനെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ആൾട്ടൻഹൈം ആണെങ്കിൽ നമ്മൾ ബെവോനേഴ്സ് എന്നാണ് പറയാം. അപ്പോൾ 5 ബെവോനേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അവരുടെ A to Z കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ അസുഖമുണ്ട്, അവരുടെ ഡെയിലി കെയർ എങ്ങനെയാണ്, അവരുടെ മെഡിക്കമെൻ്റ് എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ ഹെൽപ്പ് വേണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കുറച്ച് മാസങ്ങൾ പ്രാക്ടിക്കൽ സെക്ഷൻ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ മാത്രമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അവരുടെ റൊട്ടീനും അവർക്ക് എന്തൊക്കെ ഹെൽപ്പ് വേണമെന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 5 പേഷ്യൻസിൻ്റെ സമ്മതത്തോടു കൂടി നമ്മൾ ഇവരെ പരീക്ഷയ്ക്ക് എടുക്കാമെന്ന് നമ്മളിങ്ങനെ പേപ്പറിൽ ഒപ്പിടിപ്പിക്കുക വേണം. എന്നിട്ട് ഈ ഫസ്റ്റ് ഡേ എക്സാമിന് നമ്മുടെ പ്രാക്സ് അലൈറ്റർ, എനിക്ക് പ്രാക്സ് അലൈറ്ററിനായിരുന്നു പുള്ളിക്കാരി, എനിക്ക് 2 പേഷ്യൻസിനെ സെലക്ട് ചെയ്ത് തന്നു. ഒരാളുടെ നമ്മൾ എൻ്റെ ഷൂളിൻ്റെ ഒരു റൊട്ടീനാട്ടോ ഞാൻ പറയുന്നത്, ഒരാളുടെ ഫുൾ ഫ്ലിഗ് പ്ലാനിങ് എഴുതണം. എൻ്റേത് ആൾട്ടൻഹൈം ആയതുകൊണ്ട് അവിടെ അതിനെ പറയുന്നത് സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുടെ ഒരു അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. തേമൻഫെൽഡ് എന്ന് പറയും, ഒരു 6 തേമൻഫെൽഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ പേഷ്യൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതണം. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറിയാത്ത ആൾക്ക് പോലും അതെടുത്ത് വായിച്ച് നോക്കി ഇങ്ങനെ മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് എഴുതി നമ്മൾ കേപ്പബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡേ നമ്മളുടെ മെയിൻ പേഷ്യൻറ്റിൻ്റെ ഒരു കെയർ പ്ലാൻ നമ്മൾ എഴുതണം. പിന്നെ നമ്മൾ ഒരു ബ്ലഡ് പ്രഷറോ ബ്ലഡ് ഷുഗറോ അങ്ങനെ എന്തെങ്കിലും നോക്കുന്ന അതിന് ബെഹാലിങ്സ് ഫ്ലീഗ് എന്നാണ് പറയുന്നത്. ആ ഒരു സംഭവം നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ മാത്രം മാസ്നാമൻ പ്ലാൻ എഴുതണം. അപ്പോൾ ഒരു ഫ്ലിഗ് പ്ലാനിങ്ങും ഒരു മാസ്നാമൻ ഫ്ലിഗ് പ്ലാനിങ് സിസ് എഴുതണം, അതേപോലെ ഒരു മാസ്നാമൻ പ്ലാനും എഴുതണം. അപ്പോൾ ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഡേ പാർട്ട് 1 നമ്മൾ ചെയ്യേണ്ടത്.
പിറ്റേ ദിവസമാണ് നമ്മുടെ മെയിൻ എക്സാം. ഇതിനും ഈ തലേ ദിവസത്തെ ഈ പാർട്ട് 1 മാർക്ക് ഉണ്ട് കേട്ടോ, അത് അത്രയും തന്നെ ഇല്ല. ബട്ട് മെയിൻ എക്സാം വരുന്നത് പിറ്റേ ദിവസമാണ്. ഈ ദിവസത്തെ എക്സാം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറാണ് ഈ എക്സാം. അപ്പോൾ എത്ര നമുക്ക് മിനിമം 2 പേഷ്യൻസിന് നമ്മൾ ഈ തലേ ദിവസം നമ്മൾ സിസ്സും അതേപോലെ മാസ്നാമൻ പ്ലാൻ എഴുതിയ പേഷ്യൻസിന് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. അതേപോലെ നമുക്ക് ഒത്തിരി സമയം ഉണ്ടെങ്കിൽ, എനിക്ക് ഷൂളയിൽ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 4 മണിക്കൂർ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഈ 5 പേഷ്യൻസിന് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അവരെ ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്ത് വെക്കണം. നമ്മൾക്ക് സമയം തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ പേഷ്യൻസിന് ചെയ്യുമെന്ന് റിസർവ് ചെയ്ത് ഓൾറെഡി നമ്മുടെ മറ്റ് മിറ്റാർബൈറ്റേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്ത് വെക്കണം. അപ്പോൾ എൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 ആയപ്പോഴേക്കും മിസ്സ് വന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ സെക്കൻഡ് ഫ്ലീഗ് ആയിട്ട് എടുത്തത് ഒരു ബ്ലഡ് ഷുഗർ നോക്കാനാണ്. അപ്പോൾ ഓൾറെഡി ആ പേഷ്യൻറ്റിന് 7:30 ആകുമ്പോഴേക്കും ഇൻസുലിൻ കൊടുക്കണോണ്ട് ഞാൻ ആദ്യം തന്നെ ഇൻസുലിൻ കൊടുക്കാൻ പോയി. ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് ഇൻസുലിൻ കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ മെയിൻ പേഷ്യൻറ്റിൻ്റെ ബയോഗ്രഫി, പുള്ളിയുടെ ഡയഗ്നോസ്, അതേപോലെ മെഡിസിൻസ്, പുള്ളിയുടെ എല്ലാ A to Z കാര്യങ്ങളും അപ്പോഴാണ് ഞാൻ എൻ്റെ മിസ്സിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ മെയിൻ പേഷ്യൻ്റെ അടുത്ത് പോയി. നമ്മൾ മെയിൻ പേഷ്യൻ്റെ അടുത്ത് അവർ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കും. എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടാണോ, ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ, ഏതൊക്കെ രീതിയിൽ നമ്മൾ നോൺ വെർബാലായിട്ട് ആക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഇതില്ലേ, അതൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിക്കും. അതേപോലെ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി, നമ്മുടെ സേഫ്റ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ലോജിക്കായിട്ട് ഹാൻഡ് ഡിസിൻഫെക്സിയറും ചെയ്യണം. അങ്ങനത്തെയൊക്കെ കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ സിഷർ ഹൈറ്റ്, ഇപ്പോൾ ചെറിയ പേഷ്യൻറ്റിൻ്റെ റൂം ചെറുതൊക്കെ ആണെങ്കിലും നമ്മൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് അത് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ തട്ടി വീഴാതിരിക്കാനുള്ളത്. അതേപോലെ നമ്മുടെ നടുവിന് റുക്കൻ ഷുഡ്സ് ആർബൈറ്റ് എന്ന് ഇവിടെ പറയും. ബെഡ് കിത്താറൊക്കെ നന്നായിട്ട് ഹോഹ് ചെയ്തിട്ട്, നന്നായിട്ട് മീൻസ് നമ്മുടെ പൊക്കത്തിനനുസരിച്ച് ഹോഹ് ചെയ്തിട്ടൊക്കെ വേണം നമ്മളത് ആർബൈറ്റ് ചെയ്യാനായിട്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഹിഗീനെ, അതേപോലെ ഹാൻഡ് ഡിസിൻഫെക്സിയർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രാക്ടിക്കൽ എക്സാം ഒരു ഡ്രാമ പോലെയാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഡെയിലി ഇതിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. പക്ഷേ എക്സാമിന് നമ്മൾ നല്ല സമയം എടുത്ത് സാവധാനം അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ചെയ്യണം. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പിന്നെ എനിക്കിവിടെ എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു കെയർ ചെയ്യേണ്ട ഒരു പേഷ്യൻ്റ് ആയിരുന്നു. ഒത്തിരി പുള്ളി ഒരു വീൽ ചെയറിലുള്ള പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യായിരുന്നു. അതേപോലെ നമ്മൾ ഒത്തിരി പ്രൊഫിലാക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രൊഫിലാക്സുകൾ ഇവിടെ ഉണ്ട്. ഡെക്കോബിറ്റൂസ്, സ്റ്റുട്സ്, അതൊക്കെ അതിനുള്ള പ്രൊഫിലാക്സുകൾ എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യണം. അതിനൊക്കെ നല്ല മാർക്കുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പ്. അതേപോലെ നമ്മൾ മെഡിസിൻസ്, പുള്ളിക്കുള്ള മെഡിസിൻസ്, ഫുഡ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാം ചെയ്യണം. അപ്പോൾ എനിക്ക് നന്നായിട്ട് സമയം എടുത്തുമായിരുന്നു ആ പേഷ്യൻറ്റിൻ്റെ റൂമിൽ. അതുകൊണ്ട് എനിക്ക് വേറെ പേഷ്യൻസിനെ ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇതിലൊരു റിഫ്ലെക്ഷൻ പറയണം. അതിന് 40 പോയിന്റ് ഉണ്ട്. ടോട്ടലി ഈ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200-ലാണ്. അപ്പോൾ ഇതിൽ 40 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലെക്സിയോണാണ്. റിഫ്ലെക്സിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ പേഷ്യൻറ്റ് നമ്മൾ എങ്ങനെ കെയർ ചെയ്യണമെന്ന് പറയും. അതേപോലെ തന്നെയാണോ നമ്മൾ ചെയ്തതെന്ന് നമ്മൾ പറയണം. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ട് തോന്നി, എന്തൊക്കെ നെഗറ്റീവായിട്ട് തോന്നി, അതൊക്കെ നമുക്കിതിൽ പറയാം. അത് ഭയങ്കരമായിട്ട് ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് ഇവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിഫ്ലെക്സിയോട് നന്നായിട്ട് മാർക്കിടും. എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് പേഴ്സണലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതിന് റിഫ്ലെക്സിയോട് നന്നായിട്ട് മാർക്ക് നോക്കും എന്നൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി ജയിക്കാൻ ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല രീതിയിൽ നടന്നു. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ഭാഗ്യത്തിന് വേറെ നോട്ട് ഫാളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. പിന്നെ മൂന്നാമത് ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ എക്സാമാണ് മ്യൂളിഷ്യ പ്രൂഫിങ്. എനിക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എൻ്റെ ഒരു പേടി സ്വപ്നമായിരുന്നു മ്യൂളിഷ്യ പ്രൂഫിങ്. കാരണം വേറൊന്നല്ല, എനിക്ക് നല്ല ആൻസൈറ്റി ഉള്ള ആളാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഫ്രീസ് ആയിപ്പോവും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓൾറെഡി എൻ്റെ ഒരു ട്രോമയായിരുന്നു ഞാനിങ്ങനെ അബ്സൊല്യൂട്ട് പ്രൂഫിങ്ങിന് മ്യൂളിഷ്യ പാസ്സാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇപ്പോഴും പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇവിടുത്തെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി വായിക്കാം. പിന്നെ അതത്ര ഇതൊന്നല്ലായിരുന്നു, അത്ര സ്ട്രെസ്സായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു എന്നുള്ള മട്ടായിരുന്നു. ബട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടോപ്പിക്ക് വരും, അതേപോലെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, ഇത്ര സമയം നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് നമ്മൾ ഫോർത്ത് ട്രാക്ക് സ്പീച്ച് പോലെ ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഉണ്ട്, അത് ടീച്ചേഴ്സിന് ലൈഫ് ഫ്രാഗും ചോദിക്കാനുള്ള സമയം. അങ്ങനെ ടോട്ടൽ 45 മിനിറ്റ് ആയിരുന്നു.
അപ്പോൾ ഇതിൽ എന്ത് ടോപ്പിക്ക് വരും എന്നൊക്കെ വെച്ച് ഞാൻ ഒത്തിരി സ്ട്രെസ്ഡ് ആയിരുന്നു. പിന്നെ കുറേ ടോപ്പിക്കുകൾ എല്ലാ അനാറ്റമി എന്ന് പറഞ്ഞാൽ മെയിൻ ഡിസീസിനെ പറ്റിയിട്ടുള്ള അനാറ്റമി നമ്മൾ പഠിക്കണം. എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന അപ്പൻഡിസിറ്റിസ് എന്നുള്ള ഒരു അസുഖമായിരുന്നു. അത് പിന്നെ കേട്ടുപരിചയം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാലും അതിൽ തന്നെ കുറേ വേറെ വേറെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതായിരുന്നു. കൂടുതൽ അതിൽ ഈ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഡാറ്റ് ആൻഡ് ഷൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ. ഈ അസുഖത്തിനെ പറ്റി എനിക്ക് ഡീപ്പായിട്ട് അനാറ്റമി അതിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ബേസ്ഡ് ആയിരുന്നില്ല കൂടുതൽ. എനിക്ക് കൂടുതൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ കോമൺ ആയിട്ട് കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ മിക്ക ഫാളിലും നമുക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ. മെയിനായിട്ട് അത് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫാളിലും ഉപയോഗിക്കാവുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് മ്യൂളിഷി പ്രൂഫിങ്ങും കുഴപ്പമുണ്ടായിരുന്നില്ല, എളുപ്പമായിരുന്നു. കാരണം ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായ 2 ടീച്ചേഴ്സാണ് ഇത് വാല്യുവേറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു ടീച്ചർ നല്ല രീതിയിൽ നല്ല ഡീപ്പായിട്ട് നന്നായിട്ട് ചോദിച്ചായിരുന്നു. ബട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. എങ്ങനെയാണ് അതിപ്പോൾ അറിയില്ലെങ്കിലും അത് മനസ്സിലാക്കി തന്നിട്ട് അത് നമ്മളെയും കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കാനൊക്കെ ശ്രമിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. അതുകൊണ്ട് മ്യൂളിഷി കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷേ ഇത് പല ഷൂളിൽ പല രീതിയിലാട്ടോ. ചില ഷൂളിൽ ഫാൾ ബൈഷ്പിൽ തന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഉത്തരം ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ ഷൂളിൽ ഇത് വേറെ രീതിയിലാണ്, പ്രസൻറ്റേഷനാണ്. പിന്നെ 15 മിനിറ്റ് ലൈഫ് ഫ്രാഗും ചോദിക്കും. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് ഒരു 35 മിനിറ്റ് ഫോർബ്രൈറ്റും സൈറ്റ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് കയറുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമുക്ക് വേറെ റൂമിൽ നമുക്ക് കുറേ ചാർട്ട് അതേപോലെ കുറേ പേപ്പേഴ്സ് അതൊക്കെ തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഫോർബ്രൈറ്റും ചെയ്യാം. പോയിന്റ്സ് ഒക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു ഹെൽപ്ഫുള്ളാണ്. അപ്പോഴത്തേക്കും നമുക്ക് അത്ര കുറച്ചുകൂടി കൂളാവും, ടെൻഷൻ കുറയും. അത് സത്യം പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചൊക്കെ ഞാൻ അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്തു. അത് എന്തായാലും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അബ്സൊല്യൂട്ട് പ്രൂഫിങ്. മ്യൂളിഷി പ്രൂഫിങ് കഴിഞ്ഞ അന്ന് തന്നെ വൈകുന്നേരം നമുക്ക് ഈ 3ൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അതിന് മുന്നേ നമ്മൾ അറിയില്ല ഇത് പാസ്സായോ, റിട്ടേൺ പാസ്സായോ നമ്മൾ നേരത്തെ അറിയില്ല, പ്രാക്ടിക്കൽ പാസ്സായോ നമ്മൾ നേരത്തെ അറിയില്ല. എല്ലാം നമ്മൾ അറിയുന്നത് ഈ മ്യൂളിഷി പ്രൂഫിങ്ങിൻ്റെ അന്ന് വൈകുന്നേരമാണ് നമ്മൾ ഈ 3 എക്സാം പാസ്സായോന്ന് അറിയുന്നത്. അപ്പോൾ നമ്മളിത് സപ്പോസ് പാസ്സായില്ലെങ്കിൽ നമുക്ക് ഒരു അറ്റംപ്റ്റ് കൂടി ഉണ്ട്. ഏതാണോ പോയത് അത് മാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഈ ജനറാലിസ്റ്റിഷ്യ ഹൗസ് ബിൽഡിങ്ങിൻ്റെ അബ്സൊല്യൂട്ട് പ്രൂഫിങ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നായിട്ട് പറഞ്ഞത്. ഇത് എല്ലായിടത്തും സെയിം ആയിരിക്കണം എന്നില്ല. ബട്ട് ഈ ഒരു പാറ്റേൺ ഷ്രിഫ്ലിഷ്യ 3 ടൈലുണ്ടാവും. പ്രാക്ടിക്കൽ ഇങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ മ്യൂളിഷ്യം ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതേപോലെ ക്വസ്റ്റ്യൻസും അതേപോലെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ പല സ്റ്റേറ്റിലും പല ഇതിലും വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസും അതൊക്കെ ആയിട്ടൊരു എനിക്ക് ഓർമ്മയുള്ള രീതിയിൽ ഞാനൊരു PDF ആക്കിയിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കാണാം.